ഏറ്റവും ആദരണീയനായ അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ക്രിസ്തുദാസി സഭയിലെ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, ഈ ധന്യ മുഹൂർത്തത്തിന് സാക്ഷികളാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദനങ്ങൾ. ക്രിസ്തുദാസി സമൂഹത്തിൻ്റെ ഈ 50ാമത്തെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ വന്ന് നിൽക്കുന്ന ഞാൻ അതിയായ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും അതിലെല്ലാം ഉപരിയായിട്ട് ഒരു വേർപാടിൻ്റെ കുറേ നൊമ്പരങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. നമുക്കറിയാം, ക്രിസ്തുദാസി സഭയുടെ പ്രാരംഭകാലത്ത് അതിൻ്റെ സ്ഥാപകനായിട്ട് നമുക്കറിയാം നമ്മുടെ ആദരണീയനായിട്ടുള്ള തൂങ്കുഴി പിതാവ് സ്ഥാപിച്ച സഭയാണ്. ആ പിതാവിനോടൊപ്പം ചേർന്ന് ഒരു സ്ഥാപക എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള സിസ്റ്റർ സോഫിയ വയലിൽ എൻ്റെ പെങ്ങളാണ്, എൻ്റെ മൂത്ത സഹോദരിയാണ്. അതോടൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മെ വിട്ട് പെങ്ങൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥം വഹിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു നമുക്കറിയാം, പിതാവ് നമ്മളെ വിട്ടുപോയി. അതുപോലെ അതോടൊപ്പം തന്നെ 3 സഹോദരിമാരും നമ്മുടെ കൂടെയുന്നില്ല. എല്ലാവരുടെയും ആ ഒരു പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ 50 വർഷത്തെക്കുറിച്ചൊക്കെ, പിന്നിട്ട ആ വഴികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഏകദേശം ഈ ഒരു 50 വർഷമെന്ന് പറയുന്നത് എനിക്കന്നൊരു 14 വയസ്സേ ഉള്ളൂ. അപ്പോൾ പെങ്ങളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ കോൺവെൻറ്റുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. എനിക്കറിയാം, തുടക്കത്തിൽ തന്നെ സെമിനാരി വില്ല മുതൽ തമിഴ്നാട്ടിലെ അന്നൂർ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ഹൗസുകളിലും ഞാനൊരു സന്ദർശകനായിട്ട് പെങ്ങളെ കാണാൻ വേണ്ടി ഓടിയെത്താറുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിയായ സന്തോഷം. ഇവിടെ ഈ സിസ്റ്റർമാരുടെയൊക്കെ രൂപം കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ്. കാരണം അത്രയേറെ മനസ്സ് നിറഞ്ഞ ഒരു സ്വീകരണമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അവിടുന്ന് സ്വീകരണമൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ആത്മീയ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ കച്ചവടമൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ കോഴിക്കോടൊക്കെ വെച്ചിട്ട് സിസ്റ്റർമാരെയൊക്കെ നമ്മൾ ഈ ഒരു രൂപം കാണുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ഞാൻ എന്നെ അറിയുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരിങ്ങനെ വാ വിളിച്ച് നിൽക്കും. ഞാൻ പറയും സിസ്റ്റർ സോഫിയയുടെ ആങ്ങളെയാണ്. അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു വർണ്ണങ്ങൾ, അത് നമുക്ക് കിട്ടാവുന്ന ഒരു ഏറ്റവും വലിയ സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇതിങ്ങനെ പെങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ കോൺവെൻറ്റിലൊക്കെ ചെന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇറങ്ങിപ്പോരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവരുടെ ആ ഒരു എളിമയാണ്. നമുക്കറിയാം, ഇവിടെ ഇതിൻ്റെ ലോഗോ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്നാണ്. ദൈവത്തിൻ്റെ ആ ഒരു കൃപ ഇല്ലാതെ ദൈവത്തിന് മുമ്പിൽ ആ ഒരു പ്രത്യുത്തരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപ അത്രമേൽ ചൊരിഞ്ഞ ഒരു സഹോദരിമാരാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കൃപാവർഷിക്കപ്പെട്ട സഹോദരിമാരാണ്. എനിക്ക് കൂടുതലായിട്ട് പ്രസംഗങ്ങളൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ് ഈ ലോകത്തിൽ പടർന്ന് പന്തലിക്കട്ടെ. കൂടുതൽ ഈ സിസ്റ്റർമാരിലൂടെ, ഈ സഹോദരിമാരിലൂടെ ദൈവസ്നേഹം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ വചനം എന്ന് പറയുന്നത്, ഇവരുടെ ആ ഒരു എളിമയുള്ള ജീവിതം, നമുക്കറിയാം, വചനം പ്രഘോഷിക്കപ്പെടാൻ മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടിയുള്ളതാണ് എന്ന് നമുക്കിവർ കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവർ ചെല്ലുന്നിടത്തൊക്കെ സ്വർഗം നമ്മൾ തേടേണ്ടവരല്ല, സ്വർഗം നമ്മളായിരിക്കുന്നിടത്ത് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതും ഇവരിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇവർ ചെല്ലുന്നിടത്തൊക്കെ അത്രയേറെ ഇവർ പോകുന്ന വഴിക്കെല്ലാം സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് അത്ര ജനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം, തങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് വ്യക്തമായി കൊടുത്തുകൊണ്ട് ഇവർ കൂടുതൽ മുന്നേറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കൂടുതൽ കൃപ കൊണ്ട് ദൈവം ഇവരെ നിറയ്ക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു.